ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഗ്ലോസ് ചാനൽ. നിങ്ങൾക്ക് സഹായകരമാവുന്ന ഹിന്ദി ക്ലാസ് മലയാളത്തിൽ ലഭിക്കുവാനും വെറൈറ്റി ആയുള്ള റെസിപ്പീസ് ലഭിക്കുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് 9ാം ക്ലാസ്സിന് ഹിന്ദി 1ാം ഭാഗം വിക്ടേഴ്സ് ചാനലിലെടുത്ത ക്ലാസ്സിൻ്റെ മലയാളം എക്സ്പ്ലനേഷൻ നമുക്കൊന്ന് കേൾക്കാം. आपकी माता जी की भी तबीयत हो चुकी है। उनकी बॉडी ने रिस्पॉन्ड करना भी बंद कर दिया है। खैर, मैं ये कुछ दवाइयाँ प्रिस्क्राइब किए दे रही हूँ। आप ही उन्हें वक्त वक्त पर देते रहिएगा। हो सकता है इन दवाइयों से उनके आखिरी दिनों में कुछ आराम ही आ जाए। 2000 रुपीज़। दवाइयों के नहीं, मेरी फीस। थैंक यू। चलती हूँ अब मैं। माता जी को ज़रूरत पड़े तो फिर बुला लीजिएगा। कैसी हो? ठीक हूँ बेटा, तुम बताओ। सेम टू सेम। बस गुजारा चल ही रहा है। बहू और मुन्ना नहीं आए, उन्हें देखने का बहुत मन था। कैसी बातें करती हो? तुम जानती हो ना कि शीतल को कितना काम होता है, और ऑफिस से उसे पिकअप करना रास्ता बहुत लंबा पड़ जाता है। डॉक्टर ने क्या कहा? दवाइयाँ लिख के दी है, मैं ला दूँ। मैं और कितना जीऊंगी? पूछा? बेटा, मेरा एक काम करोगे? बेटा, मेरे जाने के बाद आखिरी काम। और क्या चाहिए आपको? बेटा, ये गद्दे देख रहे हो कैसे फट गए हैं, पुराने हो गए हैं। 20 गद्दे लाकर इस आश्रम में रख देना, और किचन में एक फ्रिज लाके रख देना। खाना बासी हो जाता है। बुढ़ापे में भूख तो कम लगती है, बट लगती तो है, खाना तो पड़ता है। बस। और बेटा, ये पंखा देख रहे हो, बस इसका भी कोई भरोसा नहीं है, कभी भी बंद हो जाएगा। तो 5 पंखे लाकर इस आश्रम में दे देना। माँ, अगर आपको यहाँ पे इतनी प्रॉब्लम थी तो मुझे पहले कह दिया होता ना, हम दूसरी जगह देख लेते। अभी अभी शिकायत करके क्या फायदा? मैंने तो बेटा 12 साल इस आश्रम में बिताए हैं। मुझे तो इन चीज़ों की आदत सी हो गई है। मुझे तो औरों की परवाह है, खासकर तुम्हारी। इन सब चीज़ों के ना होने से
मुझे कोई तकलीफ नहीं होगी, तुम्हें तो होगी ना, क्योंकि जब तुम्हारा बेटा तुम्हें यहाँ रख के जाएगा, तुम्हें संभालने के लिए मैं नहीं रहूंगी। അപ്പോൾ ഷോർട്ട് ഫിലിം കണ്ടല്ലോ അല്ലേ, ആരാം ഘർ, അതായത് റെസ്റ്റ് ഹൗസ്. ഷോർട്ട് ഫിലിമിലെ മലയാളത്തിലെ അർത്ഥങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. വൃദ്ധാശ്രമത്തിൽ കഴിയുന്ന അമ്മയെ കാണുവാനായിട്ട് മകൻ എത്തുന്നതും തുടർന്ന് അവർ തമ്മിലുള്ള സംഭാഷണവുമാണ് ഷോർട്ട് ഫിലിമിലുള്ളത്. ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് കിടക്കാം. പൂൽ ബനീത്തിമ, പാലമായിരുന്നു അമ്മ. എഴുതിയത് ആരാണ്? നരേന്ദ്ര പുഡ്രിക്. പൂൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പാലം. ഹം ഭായിയോ കെ ബീച്ച്, ഞങ്ങൾ സഹോദരങ്ങൾക്കിടയിൽ. പൂൽ ബനീത്തീമ, അമ്മ ഒരു പാലമായിരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? പൂൽ ബ്രിഡ്ജ്, പാലം. ദോ കിനാരോങ്കോ, രണ്ട് തീരങ്ങളെ, ആപസ്മേ പരസ്പരം, ജോഡ്താ ഹെ ബന്ധിപ്പിക്കുന്നു. മാ അമ്മ, പൂൽക്ക് സമാന, ഒരു ബ്രിഡ്ജിന് സമാനമാണ്. അതുകൊണ്ടാണ് ഭായിയോ കെ ബീച്ച് അമ്മയൊരു പൂൽ ബ്രിഡ്ജാണെന്ന് പറയുന്നത്. മാ പരിവാർക്കെ, വീട്ടിലെ ഓരോ വ്യക്തി അംഗങ്ങളെയും ആപസ്മേയും പരസ്പരം യോജിപ്പിക്കുന്നു, ബന്ധിപ്പിക്കുന്ന വ്യക്തിയാണ്. ബാക്കി നോക്കാം. ജിസ്മെ ആയേ ദിൻ, ആ പാലത്തിലൂടെ ഓരോ ദിവസവും. ദൗഡ്തി രഹത്തി ഥി ബേധടക്, എന്താണ് അതിൻ്റെ അർത്ഥം? ബേട്ടോം, കുട്ടികളുടെ ജീവിതമാകുന്ന വണ്ടി അമ്മ എന്ന പാലത്തിലൂടെ ചൽത്തി രഹത്തി തി, ഓടിക്കൊണ്ടിരുന്നു, നീങ്ങിക്കൊണ്ടിരുന്നു. എങ്ങനെ നീങ്ങിക്കൊണ്ടിരുന്നു? ഭേദടക്, അതായത് യാതൊരു തടസ്സങ്ങളുമില്ലാതെ എങ്ങും നിർത്താതെ ഓടിക്കൊണ്ടിരുന്നു. ബാക്കി നോക്കാം. ബിന കിസി ഹരി ലാൽ ബത്തി, ബിന എന്ന് പറഞ്ഞാൽ വിത്തൗട്ട്, ഗ്രീൻ ഓർ റെഡ് ലൈറ്റ്, അതായത് ട്രാഫിക്കിൽ കാണുന്ന പച്ച യാത്ര തുടരുവാനുള്ള സിമ്പൽ, ചുവപ്പ് യാത്ര നിർത്തുവാനായിട്ട്. അപ്പം അങ്ങനെയുള്ള യാതൊരു തടസ്സങ്ങളും ഇല്ലാതെ എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. ഹം ലോഗോം കി ചുക് ചുക് ചക് ചക്, അതായത് തീവണ്ടിയുടെ സൗണ്ടിനെ സൂചിപ്പിക്കുന്നതാണ്. അതായത് തീവണ്ടി കണക്കെ ട്രെയിൻ കണക്കെ ഞങ്ങളുടെ ജീവിതം യാതൊരു തടസ്സവും ഇല്ലാതെ മുന്നോട്ട് നീങ്ങി. പിതാ കെ ബാദ്, അച്ഛൻ്റെ മരണശേഷം. ഹം ഭായോ കെ ബീച്ച്, ഞങ്ങൾ സഹോദരങ്ങൾക്കിടയിൽ അമ്മ ഒരു പാലമായിരുന്നു. അചാനക്, പെട്ടെന്ന്. നഹി ടൂട്ടി, പെട്ടെന്ന് തകർന്നില്ല. ധീരെ ധീരെ ടൂട്ടി രഹി, മെല്ലെ മെല്ലെയാണ് അമ്മ ക്ഷീണിതയായത്. ടൂട്ട എന്ന് പറഞ്ഞാൽ എന്താണ്? അമ്മ ക്ഷീണിതയായി, അമ്മ ദുർബല അല്ലെങ്കിൽ അവശ്യായി എന്നുള്ള അർത്ഥമാണ്. അമ്മ ക്ഷീണിച്ചു എന്ന് മാനസികമായ സ്ഥിതിയെ എങ്ങനെയാണത് ബന്ധിപ്പിക്കുന്നത്? മാനസിക സ്ഥിതി സെ ക്യാ കോയി സംബന്ധ, എന്തെങ്കിലും ബന്ധമുണ്ടോ? അമ്മയുടെ മാനസിക രൂപസേ, മാനസികമായ അവസ്ഥയിൽ ധീരെ ധീരെ കംജോർ ഹോത്തി ഗയി, മെല്ലെ മെല്ലെ അമ്മ ക്ഷീണിതയായി തുടങ്ങി. ശരീരത്തിലോ ബുഡാപ്പയ്ക്ക് അസർ, അതായത് പ്രായത്തിൻ്റെതായ ലക്ഷണങ്ങൾ, അസർ ലക്ഷണങ്ങൾ ദിഖ്നേലക കണ്ടു തുടങ്ങി. ഹം ദേഖ്തേ രഹേ, ഞങ്ങൾ നോക്കി നിന്നു. ഓർ മാൻതേ രഹേക്ക്, ഞങ്ങൾ തിരിച്ചറിഞ്ഞു. ഭൂഡാ രഹി ഹേ, അമ്മ വൃദ്ധയായി. മാക്കോ ക്യാ ബേട്ടെ ടീക് തരഹ്, അമ്മയെ മക്കൾ നല്ല രീതിയിൽ ശരിക്കും സമਝനെ ലഗി, മനസ്സിലാക്കിയോ? നഹി, ഇല്ല. ബേട്ടെ കേവൽ ദേഖ്തേ രഹെ, അവരെ വെറുതെ നോക്കി നിന്നതേ ഉള്ളൂ. അറിഞ്ഞും അറിയാതെയും അമ്മയെ അവർ ഇഗ്നോർ ചെയ്യുകയാണ് ചെയ്തത്. ഉപേക്ഷ കർണേ ലഗി. നമുക്ക് കവിതയുടെ മൊത്തത്തിലുള്ള ആശയം നോക്കാം. മാ ഭായോ കെ ബീച്ച്, അമ്മ മക്കൾക്ക് നടുവിലൊരു പാലമായിരുന്നു. പാലം രണ്ട് തീരങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്നു. അമ്മ പരിവാർ, കുടുംബത്തിലെ ഓരോ അംഗത്തെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒന്നായിരുന്നു. ഈ സ്മാരൂപി പുൽസെ, ഈ അമ്മയാകുന്ന പാലത്തിലൂടെ കുട്ടികളുടെ ജിന്ദഗി, ജീവിതമാകുന്ന റെയിൽഗാഡി, ട്രെയിൻ,
ബേറോ കടോക്ക് അതായത് യാതൊരു തടസ്സവുമില്ലാതെ ചൽത്തി രഹി ഓടിക്കൊണ്ടിരുന്നു. പിതാക്കെ ചൽ ബസ്നേക്ക് ബാദ് അച്ഛൻ്റെ മരണശേഷവും ഭായിയോം കെ ബീച്ച് സഹോദരങ്ങൾക്കിടയിൽ അമ്മ പാലമായിരുന്നു. മാ ധീരെ ധീരെ അമ്മ മെല്ലെ മെല്ലെ ക്ഷീണിതയായി തുടങ്ങി, അഥവാ മാനസികമായി അമ്മ ക്ഷീണിതയായി തുടങ്ങി, മെല്ലെ മെല്ലെ അവശയായി തുടങ്ങി. ഉസ്കെ ശരീർ പർ അമ്മയുടെ ശരീരത്തിൽ ബുഡാപ്പേക്ക അസർ അതായത് പ്രായത്തിൻ്റെതായ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. വഹ് ശാരീരിക് രൂപസെ ശരീരത്തിലും അമ്മ ആകെ ദുർബലയായി ക്ഷീണിതയായി തുടങ്ങി. അപ്പോൾ ഈ കവിതയുടെ സാരാംശമാണ് എഴുതാനായിട്ട് മിസ്സ് പറഞ്ഞിരുന്നത്. അപ്പോൾ അത് എഴുതി നിങ്ങളുടെ അധ്യാപകരെ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ കൂടുതൽ വീഡിയോസ് ലഭിക്കുവാൻ താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്ന ബട്ടണിൽ അമർത്തുക. അപ്പോൾ ഒരു ബെല്ലൈക്കൺ കാണും, അതിലമർത്തി നോട്ടിഫിക്കേഷൻ ഓൾ എന്നുള്ളത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഫോണിൽ മെസ്സേജായിട്ട് വരും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ സുഹൃത്തുക്കളുമായിട്ട് പങ്കുവയ്ക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.